മഴയും വെയിലും ഈശ്വരനും മനുഷ്യനും ക്ഷേത്രവും തിരുവഞ്ചിറയിലെ വെള്ളവും പിന്നെ ആനയും പ്രകൃതിയോട് ഇത്രയേറെ ഇണങ്ങി നിൽക്കുന്ന മറ്റൊരു ഉത്സവമുണ്ടോ എന്ന് തന്നെ സംശയം. ഇത് കൊട്ടിയൂരിലെ യാഗഭൂമി. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ സുന്ദര നിമിഷങ്ങൾ. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ ഗംഗാപ്രവാഹം പോലെ ഭക്തജനങ്ങൾ ഈ മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നു. ത്രിമൂർത്തികളടക്കം എല്ലാ ദേവഗണങ്ങളും സാന്നിധ്യമറിയിച്ചിട്ടുള്ള പുണ്യഭൂമിയാണ് കൊട്ടിയൂർ. ദക്ഷിണ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്തുക എന്നത് തന്നെ ജന്മപുണ്യമായി കരുതാം. കോരിച്ചൊരിയുന്ന മഴയത്തും അതൊന്നും വകവയ്ക്കാതെയാണ് ഭക്തർ ഇവിടെ എത്തുന്നത്. ഇവിടെ വരുന്ന ഓരോ ഭക്തൻ്റെയും മനസ്സിൽ ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന നാമം മാത്രമായിരിക്കും ഉണ്ടാകുക. മണിത്തറയിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന കൊട്ടിയൂരപ്പനെ തൊഴുത് മുതിരേരി വാളിനെയും നമിച്ച് അമ്മാറക്കല്ലിലെ ദേവീ സാന്നിധ്യത്തെ കണ്ട് തൊഴുത് തിരുവഞ്ചിറയിലൂടെ നടക്കുമ്പോൾ ശരീരവും മനസ്സും കുളിരണിയുന്നു. ഒരിക്കൽ ദർശിച്ചാൽ വീണ്ടും വീണ്ടും ഈ പുണ്യഭൂമിയിലെത്തി കൊട്ടിയൂരപ്പനെ തൊഴണമെന്നുള്ള ആഗ്രഹം ഓരോ ഭക്തനുമുണ്ടാകും. ബാവലിപ്പുഴയുടെ തീരത്ത് പ്രകൃതി രമണീയമായ ഈ പുണ്യഭൂമിയിൽ എത്തുന്ന ഓരോ ഭക്തനും അനിർവചനീയമായ പരമാനന്ദമാണ് ഉണ്ടാവുക. ആ പരമാനന്ദം അനുഭവിക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കൊട്ടിയൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.